ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പക്കവടയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ പക്കവട തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത്. പിന്നെ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടാൻ മറക്കണ്ട. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ പക്കവടയുടെ റെസിപ്പി തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് പക്കവടക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കണം. ഒരു അരക്കപ്പോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇത് എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു വിസിലൊക്കെ മതിയാവും. ഇനി നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അത് 2 എണ്ണം ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയാണ്. അത് ഒരു തണ്ടോളം മല്ലിയിലയുണ്ട്, അതരിഞ്ഞതും പിന്നെ കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ അളവ് തന്നെ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ അളവ് തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ള പാകത്തിലുള്ള വെള്ളം ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ വെന്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് നമ്മളുടെ പൊക്കുവടയുടെ പാകത്തിനനുസരിച്ച് നമ്മളതൊന്ന് കുഴച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഏകദേശം അത് ഒരു 1/2 കപ്പ് വെള്ളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൊക്കുവടയുടെ ബാറ്റർ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊക്കുവടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ പൊക്കുവട ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത്, സാധാ പൊക്കുവടയുടെ ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെ നമുക്ക് എണ്ണേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ വേവുകയില്ല, പുറത്തൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ പൊക്കുവടയും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ എൻ്റെ ചിക്കൻ പക്കവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ പക്കവടയുടെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. വീട്ടിൽ ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പി ആട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലൊക്കെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.